ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്കെല്ലാവർക്കും ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്താൻ അറിയാം അല്ലേ? പക്ഷെ ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ ഒരു ഫോർമുലയുണ്ട്. അതെന്താ ഞാൻ പറഞ്ഞുതരാം. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇതാണ് ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഫോർമുല. നമുക്ക് ഈ ഫോർമുല അറിയില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ട്രേഡിംഗ് അക്കൗണ്ട് വരച്ച് ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടത് ഡെബിറ്റ് സൈഡിൽ എഴുതി, ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ട ഐറ്റം ക്രെഡിറ്റ് സൈഡിൽ എഴുതിയാൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അത് കൂടാതെ ഈ ഒരു ഫോർമുല നമ്മൾ ബൈഹാർട്ട് പഠിച്ചു വെക്കണം. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ, നെറ്റ് സെയിൽസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രോസ് പ്രോഫിറ്റ് കാണാം. നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എന്താണ് നെറ്റ് സെയിൽസ്? നെറ്റ് സെയിൽസ് എന്താ? വളരെ സിമ്പിളാണ്. സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. നമ്മുടെ ട്രയൽ ബാലൻസിൽ സെയിൽസും സെയിൽസ് റിട്ടേൺ തരൂലേ? സെയിൽസിൻ്റെ എമൗണ്ടിൽ നിന്ന് സെയിൽസ് റിട്ടേണിൻ്റെ എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ നെറ്റ് സെയിൽസ് കിട്ടി. ക്ലിയർ? അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പോർഷൻ ഓക്കെ. ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ നെറ്റ് സെയിൽസ് കണ്ടെത്തണം. അത് കാണാനുള്ള വഴി നമുക്ക് മനസ്സിലായി. സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറയ്ക്കുക. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, CGS എന്നാണ് ഞാൻ എഴുതുക. CGS, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അത് കാണണമെങ്കിലുള്ള കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക്, ആഡ് നെറ്റ് പർച്ചേസ്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ നെറ്റ് പർച്ചേസ് ആഡ് ചെയ്യുക. ആഡ് ഓൾ ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇവിടെ ഏതാണെങ്കിൽ അല്ലേ? ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണണമെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ നെറ്റ് പർച്ചേസ് ആഡ് ചെയ്യുക, അതിൻ്റെ കൂടെ ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യുക, അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുക. ക്ലിയർ ആയോ? ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്കറിയാം, അത് ആഡ് ചെയ്യുക. നെറ്റ് പർച്ചേസ് ആഡ് ചെയ്യുക. ഓൾ ഡയറക്റ്റ് എക്സ്പെൻസസ്. എന്തൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസസ്? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന എക്സ്പെൻസസ് ഒക്കെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? വേജസ്, കാരേജ് ഇൻവേർഡ്, ഫ്രൈറ്റ്, ഫാക്ടറി റിലേറ്റഡ് ആയ എല്ലാ എക്സ്പെൻസും, ഫാക്ടറി പവർ, ഫാക്ടറി കോൾ, ഫാക്ടറി കോക്ക്, അതുപോലെ തന്നെ ഒക്ട്രോയ്, എക്സൈസ് ഡ്യൂട്ടി, ഇമ്പോർട്ട് ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന എല്ലാ എക്സ്പെൻസും, വേജസ്, കാരേജ് ഇൻവേർഡ്, ഫ്രൈറ്റ് തുടങ്ങിയ എല്ലാ എക്സ്പെൻസും കൂടി ആഡ് ചെയ്യുക. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്താൽ CGS കിട്ടും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, എന്താണ് നെറ്റ് പർച്ചേസ്? എന്താ നെറ്റ് പർച്ചേസ്? വളരെ സിമ്പിളാണ്. നെറ്റ് സെയിൽസ് എന്താണ് നമ്മൾ മേലെ കണ്ടില്ലേ? നെറ്റ് സെയിൽസ് എന്താണെന്ന് കണ്ടു. എന്താ? സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. അതുപോലെ നെറ്റ് പർച്ചേസ് എന്തായിരിക്കും? പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ ആയിരിക്കും. പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ, അതായിരിക്കും നെറ്റ് പർച്ചേസ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കാണണമെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെറ്റ് സെയിൽസ് കാണണമെങ്കിൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. ഇതൊക്കെ മനസ്സിലങ്ങ് ഓർമ്മിച്ച് വെച്ചാൽ മതി. ബൈഹാർട്ട് പഠിക്കാനൊന്നുമില്ല. ഈ ഒരെണ്ണം ബൈഹാർട്ട് പഠിക്കുക. സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ആണ് നെറ്റ് സെയിൽസ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണണമെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ നെറ്റ് പർച്ചേസ് ആഡ് ചെയ്യുക. നെറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ കുറച്ച് എമൗണ്ട് ആയിരിക്കണം ഇവിടെ ആഡ് ചെയ്യേണ്ടത്. പിന്നീടോ എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസും, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന എല്ലാ എക്സ്പെൻസും കൂടി ആഡ് ചെയ്യുക. വേജസ് ഉണ്ടെങ്കിൽ 500, ഫ്ലൈറ്റ് 200, 500, 200, 700 അങ്ങനെ എല്ലാം കൂടി ആഡ് ചെയ്ത് കിട്ടിയതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് മൈനസ് ചെയ്താൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. എന്നിട്ടോ നെറ്റ് സെയിൽസിൽ നിന്ന് ഈ കിട്ടിയിരിക്കുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഈ ഇക്വേഷൻ ഇല്ലെങ്കിലും നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ? ഒരു ട്രേഡിംഗ് അക്കൗണ്ട് വരച്ച് നോക്കിയാൽ മതി അല്ലേ? എക്സാമിന് ഇങ്ങനെ ചോദിക്കുക, ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ട് കുറേ ഐറ്റം തരും. ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒരു ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുക. വരച്ച് ബാലൻസ് ചെയ്യുമ്പോൾ ഈ ഗ്രോസ് പ്രോഫിറ്റ് തന്നെ കിട്ടും. ഇതേ ആൻസറാണ് വരും. മനസ്സിലായോ? പക്ഷെ എന്നാലും നിങ്ങൾ ഇത് ബൈഹാർട്ട് പഠിക്കണം. 2-3 മാർക്കിന് ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ.
ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ഞാൻ തരാം. അതിൽ പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ട് ദി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് കണക്കുകൂട്ടുക. കമ്പ്യൂട്ട് ദി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ് ഇത് രണ്ടും കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. കമ്പ്യൂട്ട് ദി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റും നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമുക്കറിയാം എന്താ അറിയാം, നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള കാര്യം നമുക്കറിയാം. എന്തൊക്കെയാണ് വേണ്ടതെന്നറിയാം. എന്തൊക്കെയാണ് വേണ്ടത് ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ? നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ? ഗ്രോസ് പ്രോഫിറ്റ് കാണണമെങ്കിൽ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, CGS എന്ന് എഴുതി ഷോർട്ടായിട്ട്. അപ്പോൾ നമുക്ക് ഈ തന്ന ഐറ്റം ഉപയോഗിച്ചുകൊണ്ട് നെറ്റ് സെയിൽസ് കാണുക, അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കണ്ടെത്തുക. അപ്പോൾ ഇവിടെ നമ്മളോട് രണ്ടും കാണാൻ പറ്റുന്നുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അതുപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റും രണ്ടും കാണാൻ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഈ ചോദ്യം എഴുതി വെക്കാം നമുക്ക്. എന്തൊക്കെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നതെന്ന്. പർച്ചേസ് പറഞ്ഞിട്ടുണ്ട്. എത്രയാ? 3 lakhs. 3 lakhs ആണ്, 30,000 അല്ല, 3 ലക്ഷമാണ്. സെയിൽസ് 4 lakhs, 4 ലക്ഷം. പർച്ചേസ് റിട്ടേൺ 2,000. പർച്ചേസ് റിട്ടേൺ 2,000. സെയിൽസ് റിട്ടേൺ 3,000. വേജസ് 50,000, 50,000. ക്യാരേജ് ഇൻവേർഡ് അതിൻ്റെ എമൗണ്ട് 10,000 ഇവിടെ എഴുതിയിരിക്കുന്നേ. സാലറി 25,000, 25,000. സ്റ്റോക്ക് ഓൺ ഡേറ്റ് തന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഡേറ്റ് തന്നത്? 1/1/17. ഡേറ്റ് തരുന്നത് പലപ്പോഴും പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്കാണോ ക്ലോസിംഗ് സ്റ്റോക്കാണോ എന്ന് മനസ്സിലാകാനാണ്. സ്റ്റോക്ക് ഓൺ 1/1/17 60,000, 60,000. അതുപോലെ തന്നെ സ്റ്റോക്ക് ഓൺ 31/12/17 = 80,000. ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മളോട് എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ കണ്ടുപിടിക്കാനാ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പർച്ചേസ്, സെയിൽസ്, സെയിൽസ് റിട്ടേൺ, വേജസ്, ക്യാരേജ് ഇൻവേർഡ്, സാലറി, സ്റ്റോക്ക് ഓൺ 1/1/17 60,000, സ്റ്റോക്ക് ഓൺ 31 December 17 80,000. ഇത്രയായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഇത് വന്ന ക്വസ്റ്റ്യനാണ് എക്സാമിന്, ഒരു പ്രാവശ്യം വന്നതാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റും കാണും. അപ്പം നമുക്കറിയാം ഗ്രോസ് പ്രോഫിറ്റ് കാണേണ്ട ഫോർമുല നമുക്കറിയാം. എന്താ? നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെറ്റ് സെയിൽസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കിട്ടിയാലേ എന്ത് കണ്ടെത്താൻ പറ്റൂ? ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ പറ്റൂ. അപ്പോൾ ആദ്യം നമ്മൾ നെറ്റ് സെയിൽസ് കാണുക. നെറ്റ് സെയിൽസ് എന്താന്ന് നമുക്കറിയാം. സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. സെയിൽസ് എത്രയാ? 4 lakhs. സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ അല്ലേ? അപ്പോൾ സെയിൽസ് 4 lakhs, 4 ലക്ഷം ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മൾ. സെയിൽസ് റിട്ടേൺ 3,000. അപ്പോൾ എത്രയായി? 3,97,000 ആണ് എന്ത്? നെറ്റ് സെയിൽസ്. ഗ്രോസ് പ്രോഫിറ്റ് വേണ്ട ഒന്നാമത്തെ ഐറ്റം 3,97,000. ക്ലിയർ അല്ലേ? ഞാനത് വായിക്കുകയാണ്, സ്ഥലം ഇല്ലാത്തത് കൊണ്ട്. 3,97,000 മാത്രം ഞാൻ അവിടെ എഴുതി വെക്കുകയാണ് കേട്ടോ. 3,97,000 നെറ്റ് സെയിൽസ് കണ്ടെത്തി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണണം. അതിവിടെ പറഞ്ഞിട്ടുമുണ്ട്, അല്ലെങ്കിലും ഗ്രോസ് പ്രോഫിറ്റ് കാണണമെങ്കിൽ ഇത് കിട്ടിയേ പറ്റൂ. അപ്പോൾ CGS കാണാനുള്ള ഫോർമുല നമുക്കറിയാം. ഓപ്പണിംഗ് സ്റ്റോക്ക് എപ്പോൾ എഴുതി തന്നാണ്
ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഏതാ ഓപ്പണിംഗ് സ്റ്റോക്ക് 1 തുടക്ക ഡേറ്റിൽ തരുന്ന ഓപ്പണിങ്ങും ലാസ്റ്റ് ഡേറ്റിൽ തരുന്ന ക്ലോസിങ്ങും ആയിരിക്കും. ഓപ്പണിംഗ് സ്റ്റോക്ക് അപ്പം നമുക്കറിയാം ഇക്വേഷൻ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് എന്താ ഇക്വേഷൻ CGS ആണെങ്കിൽ പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് CGS കാണേണ്ട ഇക്വേഷൻ. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്കറിയാം ഡേറ്റ് നോക്കിയിട്ട് കണ്ടുപിടിക്കുക. തുടക്കത്തിലുള്ളത് ഓപ്പണിങ്, ലാസ്റ്റ് 31 എന്നൊക്കെ പറയുന്നത് 31/12 ഡിസംബർ 31 എന്ന് പറയുന്നത് ക്ലോസിങ്ങും ജനുവരി 1 എന്ന് പറയുന്ന ഓപ്പണിംഗ് ആയിരിക്കുമല്ലോ, തുടങ്ങുന്നതല്ലേ ഓപ്പണിങ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 60,000 ഞാൻ ഇവിടുന്ന് കണ്ടെത്തി. പ്ലസ് നെറ്റ് പർച്ചേസ് കാണണം. നെറ്റ് പർച്ചേസ് എങ്ങനെ കാണുക? നെറ്റ് പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് എത്രയാണ്? 30,000 അല്ല 3 ലക്ഷം. പർച്ചേസ് 3 ലക്ഷം. പർച്ചേസ് റിട്ടേൺ 2,000. പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ കുറച്ചു 2,98,000. 2,98,000 നെറ്റ് പർച്ചേസ്. അപ്പോൾ അത് ഞാൻ വായിക്കുകയാണ്, എമൗണ്ട് മാത്രം ഞാൻ എടുക്കുകയാണ് ഇവിടെ. അതൊക്കെ നിങ്ങളിങ്ങനെ സൈഡിൽ വർക്കായിട്ട് ചെയ്യണം. 2,98,000 നെറ്റ് പർച്ചേസ് പ്ലസ് ഓൾ ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരൈറ്റം അല്ല, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന എല്ലാ എക്സ്പെൻസും ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതണം. അപ്പം നോക്കുക, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന എക്സ്പെൻസ് എന്തൊക്കെയാണ്? ഇതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു അല്ലേ, പർച്ചേസ് റിട്ടേൺ ഒക്കെ എടുത്തു. വേജസ് എടുക്കണം. വേജസിൻ്റെ എമൗണ്ട് 50,000 വേജസ് എടുത്തു. കാരേജ് ഇൻവേർഡ് 10,000 അതും എടുക്കണം. 10,000 പ്ലസ് സാലറി എടുക്കണം. സാലറി ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന സാധനമാണോ? അല്ലല്ലോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൺഫ്യൂസ് ചെയ്യിക്കാൻ ഇവിടെ വെറുതെ വന്നത്. അപ്പോൾ ഇത് എടുക്കാൻ പാടില്ല, ഒരു കാരണവശാലും ഒഴിവാക്കി കേട്ടോ. ഇത്ര ആയിട്ടേ ഉള്ളൂ, വേറെ എക്സ്പെൻസ് ഒന്നുമില്ല. ഫ്ലൈറ്റ്, പവർ, കോള്, ഫാക്ടറി റിലേറ്റഡ് ആയ എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ട് അതൊക്കെ ആഡ് ചെയ്യണമായിരുന്നു, അതൊന്നുമില്ല. ഓക്കെ അല്ലേ? പിന്നെയോ ഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം ആഡ് ചെയ്തു. മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാ? 80,000. ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ ഉണ്ടല്ലോ, 80,000. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക, അതിൽ നിന്ന് 80,000 മൈനസ് ചെയ്യുക. ഇപ്പോൾ ബോർഡിൽ സ്ഥലമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ വേറെ ചെയ്ത് നോക്കുകയാണ്. ഒരു സെക്കൻഡ്. 60,000 പ്ലസ് 2,98,000 അല്ലേ? പ്ലസ് 2,98,000 3,58,000 വന്നു. പ്ലസ് 50,000 4,08,000 വന്നു. പ്ലസ് 10,000 4,18,000 വന്നു. 4,18,000 4,18,000 മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ 8,000 അല്ല 80,000 അല്ലേ? ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ 80,000. 4,18,000 മൈനസ് 80,000 80,000 ഈസ് ഈക്വൽ ടു 3,38,000 3,38,000. ഇതാണ് CGS. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ നെറ്റ് പർച്ചേസ് ആഡ് ചെയ്തു, അതിൻ്റെ കൂടെ ഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം ആഡ് ചെയ്തു, അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്തു. ഓപ്പണിംഗ് സ്റ്റോക്ക് 60,000 ആണ്. നെറ്റ് പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ കുറച്ചിട്ട് 2,98,000. ഡയറക്റ്റ് എക്സ്പെൻസ് 2 ഉണ്ടായിരുന്നത്, വേജസും കാരേജ് ഇൻവേർഡും, അത് രണ്ടും ആഡ് ചെയ്തു, അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് 80,000 കുറച്ചു. അപ്പോൾ CGS 3,38,000 വന്നു അല്ലേ? അപ്പോൾ നെറ്റ് സെയിൽസ് നമ്മളിവിടെ ഓൾറെഡി കണ്ടെത്തിയിരുന്നു. CGS 3,38,000. ഇപ്പോൾ ഇതെല്ലാം ഞാൻ വായിക്കുകയാണ്. CGSൻ്റെ കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതും ചെയ്യണ്ടല്ലേ. 3,38,000. അപ്പോൾ നെറ്റ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് സെയിൽസ് മൈനസ് CGS ആണ്. CGS എത്രയാ? 3,38,000. 3,97,000 മൈനസ് 3,38,000. $3,97,000
മൈനസ് 3,38,000 59,000. ഇതാണ് ഗ്രോസ് പ്രോഫിറ്റ്. പിന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മളിവിടെ നേരത്തെ കണ്ടെത്തി 3,38,000. കണ്ടുപിടിക്കാൻ പറഞ്ഞ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റും ആണ് 3 lakh. അപ്പോൾ രണ്ടും നമ്മൾ കണ്ടുപിടിച്ചു. CGS 3,38,000, ഗ്രോസ് പ്രോഫിറ്റ് 59,000. ഓക്കെ, നോട്ടിൽ എഴുതിയെടുക്കുക, അയക്കുന്ന പ്രോബ്ലങ്ങൾ ചെയ്യുക.